നമ്മൾ പലരുടെയും മുഖം മൂടി വലിച്ചങ്ങ് കീറാൻ പോകണം. ഇനി നോ മേഴ്സി ഗൈസ്, ഓൺലി സത്യം. ഇത്ര നാളും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനിപ്പോ ഇത്തിരി സെറ്റായി, വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഇതായി. എൻ്റെ അക്കൗണ്ട് ബാലൻസിന്റെ കാര്യം പറഞ്ഞു, എൻ്റെ പ്ലാൻസ് ഞാൻ പറയുന്നു, വീട് വെക്കാനുള്ളതാണ് അടുത്ത എൻ്റെ പ്ലാൻ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോടുള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറി. എന്നോട് ഇങ്ങനെയൊക്കെ പറയും, എൻ്റെ ജീവിതത്തിൽ എല്ലാം ഓക്കെയാണ്, നീ ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ. സഞ്ജു ടെക്കിയുടെ പുതിയ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരനെ തന്നെ എക്സ് ആയിട്ടുള്ള നീതു എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരനെ ഈ നമ്മുടെ സഞ്ജുവിന്റെ ഓരോ വീഡിയോസിനകത്തേക്കും വലിച്ചിടുന്ന അതിന്റെ കമന്റ് ബോക്സിനകത്താണെങ്കിലും അതേപോലെ നീതുവിന്റെ വീഡിയോന്റെ അടിയിൽ ചെന്ന് ഇപ്പൊ സഞ്ജുവിനെ മെൻഷൻ ചെയ്യണം. അതേപോലെ ആ ഒരു പുള്ളിക്കാരിയുടെ ലൈഫിനകത്തേക്ക് വെറുതെ പിന്നെയും ഓരോ ഈ സഞ്ജുവിന്റെ പേരും പറഞ്ഞിട്ടോ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു കുറച്ചു നേരം മുന്നേ, അതായത് ഇന്ന് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്തതിന്റെ തൊട്ട് പുറകെ തന്നെയാണ് ഞാൻ സഞ്ജുവിന്റെ ഒരു വീഡിയോ വന്നേക്കണത് കണ്ടത്. അപ്പൊ ആ സഞ്ജുവിന്റെ വീഡിയോന്റെ തമ്മിലിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് കൊടുത്തേക്കണം, ബ്രേക്കപ്പിന്റെ പിന്നാലെ സത്യം നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ വരാനായിട്ടുണ്ടായ കാരണം എന്താണെന്ന് നോക്കണമെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റേ നീതുവിന്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. പിന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അത്യാവശ്യം വൈബുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം പ്രത്യേകിച്ചല്ല, അപ്പോൾ ഒന്ന് പോയപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത വൈബ് തേടി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ആരെയും പോലെ. എന്തൊക്കെ പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്കൊന്നും കിട്ടണില്ല, ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്കൊന്നും കിട്ടണില്ല. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ തന്നെ അടുത്തത് കണ്ടുപിടിച്ച് അടുത്ത റിലേഷൻ ആയി. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ തന്നെ സ്റ്റോറി ഇടുവാണെങ്കിലും ചോദിക്കാറുണ്ട്, ഇതാരാ, നിങ്ങളെ റിലേഷനാണോ, പുതിയ ലവറാണോ എന്നൊക്കെ. ഒന്ന് പോയ ഉടനെ ചിലരെയും പോലെ പുതിയ വൈബ് മീൻസ് പുതിയ ആളെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒന്ന് കുറച്ച് നാളൊന്ന് സ്വന്തമായിട്ട് അടിപൊളിയായിട്ടൊന്ന് ജീവിച്ച് പൊക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഈ റിലേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു ക്ലിയർ കട്ട് ക്ലാരിഫിക്കേഷൻ ഓർ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഓക്കെ. അപ്പൊ ഈ സഞ്ജുവിന്റെ ബ്രേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഓരോന്നും നമ്മൾ എടുത്തു നോക്കണമെങ്കിൽ അവിടെ എവിടെ നീതുവിനെ അങ്ങനെ മോശമായിട്ട് പറയുക അല്ലെങ്കിൽ നീതുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുക അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അവിടെ എവിടെയും കാണാൻ പറ്റില്ല. ഞാൻ അവിടെ എവിടെയും കണ്ടില്ല സഞ്ജു അങ്ങനെ നീതുവിനെ കുറ്റപ്പെടുത്തി പറയുന്നതോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഞാൻ കണ്ടില്ല. പക്ഷേ നമ്മൾ നീതുവിന്റെ വീഡിയോ ആദ്യം തുടങ്ങി തന്നെ ഈ ബ്രേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എടുത്തു നോക്കണമെങ്കിൽ പല സമയത്തും സഞ്ജുവിനെ ഇങ്ങനെ കുത്തി പറയാറുണ്ട്. ഞാൻ പറയണതെന്ന് പറഞ്ഞ ഒരു റിലേഷനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ, അതായത് ഇപ്പോൾ അവർ തമ്മിൽ അടിപൊളിയായിരിക്കും, അത് കഴിഞ്ഞിട്ട് അവർ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാരണമായിരിക്കുമല്ലോ അവർ ബ്രേക്കപ്പ് ആകണം. പിന്നെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തേക്കും കുറ്റപ്പെടുത്തുന്നത് അതൊരു നല്ലൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാനത് മുന്നത്തേക്ക് ആദ്യം സഞ്ജു ബ്രേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിനകത്തൊക്കെ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇപ്പം നമ്മുടെ ഈ നീതുവിൻ്റെ ഈ ഒരു ഇത് കണ്ടപ്പോഴാണെങ്കിലും നമ്മുടെ സഞ്ജുവിനെ, അതായത് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു വൈബ് കിട്ടിയ ഒരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് അപ്പം തന്നെ അങ്ങോട്ട് ചാടിയ ആ ഒരു സംഭവമൊക്കെയാണ് നീതു ഇവിടെ പറയണത്. ശരിക്കും പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ലൈഫാണ്, പുള്ളിക്കാരൻ്റെ ലൈഫ് പുള്ളിക്കാരൻ എന്തോ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നീതു വിടണതാണ് നല്ലതെന്നാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്, ഇപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും. പക്ഷേ ഈ ഒരു വിഷയം, അതായത് ഈ ഒരു വീഡിയോ നമ്മുടെ സഞ്ജു കണ്ടപ്പോഴത്തേക്കും സഞ്ജു ഇതുവരെ നീതുവിനെ അങ്ങനെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും സഞ്ജുവിൻ്റെ എല്ലാ അങ്ങനെ ഒരു ഇത് പോയി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങനെ പൊട്ടിത്തെറിച്ചേണ്ട ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് സഞ്ജു പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതായത് ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഇവരെങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടുനോക്കാം അല്ലേ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പലരുടെയും മുഖം മൂടി വലിച്ചങ്ങ് കീറാൻ പോകണം. ഇനി നോ മേഴ്സി ഗൈസ്, ഓൺലി സത്യം. ഓക്കെ, അല്ലെങ്കിൽ കുറെ ആൾക്കാരൊക്കെ ഇപ്പൊ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കള്ളനും അല്ലെങ്കിൽ ഒരു വഞ്ചകനും ഒരു പെണ്ണുടീനായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ബ്രേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് അതിനകത്തെന്ന് പറഞ്ഞാൽ ഫുൾ എൻ്റെ നെഗറ്റീവ് മാത്രം. ഈവൻ ഒരു ചെറിയൊരു പോസിറ്റീവ് ഒരെണ്ണമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കേനോ ഒരു ചെറിയൊരു ഇതായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരാളാണല്ലോ അളിയാ ഞാൻ സെലക്ട് ചെയ്യുന്ന ഓർക്കുമ്പോൾ എനിക്കേനോ എൻ്റെ മോനെ അടിപൊളിയായിട്ട് ലൈഫിൽ നിന്ന് പോയ സത്യം പറഞ്ഞാൽ നന്നായെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം. അല്ലാതെ നമ്മളൊരു റിലേഷൻഷിപ്പ് ആവുമ്പോഴേ നമ്മുടെ സീക്രട്ട് കാര്യങ്ങളും നമ്മുടെ എല്ലാം ഓപ്പണായിട്ട് പറയും, ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ഒരു സാധനം പറയാം. അല്ലെങ്കിൽ എന്താ നമ്മൾ ഭയങ്കര ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഇതെല്ലാം ഇവർ നമ്മൾ ബ്രേക്കപ്പ് ആകുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളോട് വഴക്കിടുമ്പോഴാണ് മറ്റു ആൾക്കാരോടൊക്കെ ഇങ്ങനെ റിവീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവരുടെ കോൾ. ഓക്കെ, സഞ്ജുവിന് ഈ റിലേഷൻ വന്ന് പബ്ലിക്ക് പറയില്ല എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ സഞ്ജുവിനെതിരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം പറഞ്ഞ വാക്കിന് വിലയില്ല എന്നൊക്കെ ഞാൻ സഞ്ജുവിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ സഞ്ജു പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ റിലേഷനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലേഷൻ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്കും ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വന്നിട്ട് ഇത് ഫുള്ള് പബ്ലിക്കായിട്ട് പറയണമെങ്കിൽ അത് എന്ത് പരിപാടിയാണെന്നാണ് സഞ്ജുവോട്
ചോദിക്കുന്നത്. അതെനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം അതെന്ന് പറഞ്ഞാൽ അതൊരു മോശം പരിപാടി തന്നെയാണ്. കാര്യം നമ്മൾ റിലേഷനകത്തിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അയാളോടുള്ള വിശ്വാസം കൊണ്ടാണ് അതൊക്കെ പറയണത്. അയാൾ ഇനി ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തിരിഞ്ഞു കൊത്തില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ അയാളോട് ഇതൊക്കെ പറയുന്നത്. പക്ഷേ ഒരു തക്കം കിട്ടി കഴിയുമ്പോഴത്തേക്ക്, അതായത് ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇയാൾ വന്നിട്ട് നമ്മുടെ ഈ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ സഞ്ജു ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കണം കേട്ടോ. പക്ഷെ എന്നാലും സഞ്ജു ഇവിടെ ഈ വാക്കിന് വിലയില്ല എന്നുള്ള സഞ്ജുവിന്റെ ആ ഒരു കാര്യത്തിനകത്ത് ഞാൻ സഞ്ജുവിനെതിരെ തന്നെയാണ്. പക്ഷെ ഈ ഒരു കാര്യം സഞ്ജു പറഞ്ഞതിനോട് ഞാൻ യോജിക്കും. ഇനി സഞ്ജുവിന്റെ ഈ റിലേഷൻ, അതായത് ഈ ഫസ്റ്റ് നീതുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് തുടങ്ങിയതിന്റെ കാര്യമൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ സഞ്ജു പറയണതെന്ന് പറഞ്ഞാൽ പുള്ളി ആദ്യം ഈ യൂട്യൂബിനകത്തൊക്കെ ഭയങ്കര സക്സസ് ആവണതിന് മുന്നെയാണ് ഈ നീതുമായിട്ടുള്ള റിലേഷൻ ആദ്യം പുള്ളി ചെന്നിട്ട് പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്കും നീതു ആദ്യം റിജക്ട് ചെയ്ത്, പിന്നെ സഞ്ജുവിന്റെ ഓരോ വളർച്ചയും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സെറ്റായി എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും കേട്ടു നോക്കാം. അപ്പൊ എനിക്ക് അടിച്ച് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്ര നാളും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനിപ്പോൾ ഇത്തിരി സെറ്റായി, വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഇതായി. എൻ്റെ അക്കൗണ്ട് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ പ്ലാൻസ് ഞാൻ പറയുന്നു, വീട് വെക്കാനുള്ളതാണ് അടുത്ത എൻ്റെ പ്ലാൻ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോടുള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറി പതിയെ. ഓക്കെ, അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു. എന്നാലും പിന്നെ വഴക്കിടും ഞങ്ങൾ ഇടയ്ക്ക്. വഴക്കിടുമ്പോൾ എനിക്ക് ഇനി ഇഷ്ടമൊന്നുമല്ല. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വഴക്കൊന്നുമില്ല, എപ്പോഴും വഴക്കാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ചുമ്മാ ചെറിയ എൻ്റെ സ്വഭാവം പിടിക്കത്തില്ല, അവളുടെ സ്വഭാവം എനിക്ക് പിടിക്കത്തില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ പോകാൻ ഇഷ്ടപ്പെടത്തില്ല. ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നടന്നാൽ ഇഷ്ടപ്പെടത്തില്ല. ഈവൻ എൻ്റെ വിറക്, അബി, ദീക്ഷിത് അവരെല്ലാം പുറത്തു പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, നിന്റെ ഫ്രണ്ട്സ് എല്ലാം പുറത്തു പോയല്ലോ, സമാധാനം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സായിട്ട് അവൾ നിൽക്കുന്നത് അവൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. കാരണം കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് തന്നെയാണ് എന്നോട് പറയുന്നത്. എനിക്ക് നിന്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല, നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നടക്കണ ഇഷ്ടമല്ല. വേറെ അവളെ ഒരു ഗേളാണ്, അവളെ എനിക്ക് കൊച്ചിലോട്ട് അറിയാം, അവളുടെ കൂട്ടത്തിൽ നടക്കണ പോലും ഇഷ്ടമല്ല. ഇതെന്തുവാ വൺ ടോക്സിക് ആയിട്ടുള്ള സാധനമൊക്കെ പറയണം. എൻ്റെ വീട്ടുകാരെ ഇഷ്ടമല്ല, എൻ്റെ വീട്ടുകാരെ കുറിച്ച് എൻ്റെ അമ്മനെ കുറിച്ചൊക്കെ എന്നോട് കുറ്റം പറയും. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും പലതരത്തിനകത്തുള്ള പോസസീവ്നെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു പരിധി കടന്ന് അധികമായി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് ഒത്തുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ സഞ്ജു പറയണതെന്ന് പറഞ്ഞാൽ സഞ്ജു ഈ നീതുമായിട്ടുള്ള റിലേഷൻ അത് തന്നെയായിരുന്നു നീതുവിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രശ്നം എന്നാണ് സഞ്ജു പറയുന്നത്. അപ്പൊ നീതു ഇങ്ങനെ ഇപ്പൊ സഞ്ജു ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുന്നതാണെങ്കിൽ ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ആണെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ സഞ്ജുവിന്റെ ഒരു വ്ളോഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, അതേപോലത്തെ ഒരു വൈബ് ആണ് പുള്ളിക്കാരൻ്റെ. പക്ഷെ നീതുവിന്റെ ഒരു ഇത് നോക്കണമെങ്കിൽ നീതു എപ്പോഴും സഞ്ജുവിന്റെ വ്ളോഗിനകത്ത് തന്നെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ സഞ്ജു നീതുവിനെ മാത്രമാണ് നമുക്ക് എപ്പോഴും ഭൂരിഭാഗം സമയത്ത് കാണാൻ പറ്റുള്ളൂ, ഈ ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു റീസൺ ആയിട്ട് പുള്ളിക്കാരൻ പറയണമെന്ന് പറഞ്ഞാൽ നീതുവിന് ഈ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ഇത്രയും നിന്നതെങ്കിൽ, അതായത് ഇത്ര നാൾ ഒത്തുപോയെങ്കിൽ ഇവർ പിരിഞ്ഞത് എന്തുകൊണ്ട് നന്നായെന്ന് തന്നെ ഞാൻ പറയണം. കാര്യം ഒത്തുപോകാൻ പറ്റാത്തവർ തമ്മിൽ ഈ അടിച്ച് പിടിച്ച് കടന്ന് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം പിരിഞ്ഞു പോവാ, രണ്ട് വഴിക്കും മാന്യമായിട്ട് പോകണമെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്നിട്ട് ഈ ഓരോന്നൊക്കെ പറയുമ്പോഴാണ് ഈ വിഷയം പിന്നെയും ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സഞ്ജുവിന്റെ ഈ ഒരു കേസിനകത്ത് സഞ്ജു അങ്ങനെ ഇതുവരെ ഈ ഒരു വീഡിയോനകത്താണ് പിന്നെയും എന്തെങ്കിലും കുറ്റപ്പെടുത്തി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിന് മുന്നത്തെ വീഡിയോനകത്തൊന്നും നീതുവിനെ അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞതായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇല്ല, ചില സമയത്ത് ഞാനുള്ള മുഖത്ത് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ വഴക്കിടുമ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയും, എൻ്റെ ജീവിതത്തിൽ എല്ലാം ഓക്കെയാണ്, നീ ഒഴിച്ച് ബാക്കി എല്ലാം ഓക്കെയാണ് എന്നോട് പറയും. എന്നെ ഇഷ്ടമല്ല 24 മണിക്കൂർ എന്നോട് ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കെങ്ങനെ ഫീൽ ചെയ്യുമോ നിങ്ങൾ തന്നെ പറ. ഇത് പോരായിട്ട് അവളുടെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞുണ്ട്, സഞ്ജുവിൻ്റെ വീട്ടുകാരാണെങ്കിലും ഒരു അങ്ങോട്ട് വിളിച്ചില്ല, ചേച്ചി കുറച്ച് നേരം വിളിച്ചായിരുന്നു പിന്നെ വിളിച്ചില്ല എന്നൊക്കെ. എങ്ങനെ എൻ്റെ വീട്ടുകാരെ വിളിച്ചു അല്ലെങ്കിൽ ചേച്ചിയോടാണെങ്കിലും പറയണ ഇതാ, ഞങ്ങൾ തമ്മിൽ സെറ്റാകത്തില്ലെന്ന്, ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഏത് നേരം വഴക്കാണ്, അവന് ഞാനോട് സെറ്റാകത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെ മറിച്ചാണ്, അവന് ഇഷ്ടമൊന്നുമല്ല, എനിക്ക് അവന് ഇഷ്ടമല്ല, ഏത് നേരം വഴക്കാം. ഇപ്പം കെട്ടിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് നടക്കാൻ വേണം, ഇതിൻ്റെ ആവശ്യം എന്തോ എൻ്റെ ചേച്ചിയോട് പറയാം, ചേച്ചി റെഡി അതൊക്കെ സെറ്റാണ് നിങ്ങൾ തമ്മിൽ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഏത് നേരം എൻ്റെ ചേച്ചിയോടും വീട്ടുകാരും അമ്മയോടും ഒക്കെ ഈ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന. പിന്നെ ബ്രേക്കപ്പ് ആകുമ്പോൾ വീട്ടുകാർ എന്ത് പറയണമെന്ന് പറയണം. ഇത് നടക്കുന്നതിന് മുമ്പ് തന്നെ കുറെ നാളുകൾ കൊണ്ട് ഇവൾ ഇത് തന്നെ എന്റെ വീട്ടുകാരോട് പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ സഞ്ജു ഇതുവരെ നമ്മുടെ സഞ്ജുവിന്റെ സൈഡ് നമ്മൾ കേട്ടതെന്ന് പറഞ്ഞാൽ നീതു പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ സഞ്ജുവിന്റെ ആ ഒരു പിക്ചർ കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പൊ നമുക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ തെറ്റ് മുഴുവൻ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുള്ള രീതിക്കാണ് തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ സഞ്ജുവിന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നീതുവിന്റെ ഭാഗത്തും കുറെ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പൊ കാര്യം. ഓരോരുത്തരുടെ സൈഡ് പറയുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു തെറ്റ് എന്താണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ഇപ്പൊ സഞ്ജുവിന്റെ ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട്ടുകാരോടാണെങ്കിലും
ഒന്ന് സിങ്ക് ആവാത്ത രീതിക്കാണ് ഈ നീതുവിന്റെ അങ്ങനെയാണ് ഇവരെ റിലേഷൻ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെ അതായത് നമ്മളോടും നമ്മുടെ വീട്ടുകാരോടും അതേപോലെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോടൊന്നും ഒത്തുപോകാത്ത ഒരാള് പിന്നെയും കടിച്ചു പിടിച്ച് നമ്മുടെ കൂടെ തന്നെ നിൽക്കണത് അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ആ റിലേഷൻ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് പിരിയാ. പിന്നെ പലരും ഇവിടെ പറയുന്നുണ്ട് ഈ തേച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് എവിടെയാണ് ഈ തേപ്പ് എന്നുള്ള പരിപാടി മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഇവിടെ അവരും പരസ്പരം പറഞ്ഞിട്ടാണ് പോയേക്കണം. ഇപ്പൊ നീതുവിന് ചിലപ്പോൾ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു സഞ്ജു പറഞ്ഞ വെച്ച് താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ നീതുവിന്റെ ഇതിനകത്ത് പറയണതെന്ന് പറഞ്ഞാൽ സഞ്ജുവിന് താല്പര്യമില്ല എന്നുള്ള രീതിക്കാണ് പറയണത്. പിന്നെ അത് ആര് പറയണതാണ് കറക്റ്റ് എന്ന് അത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഓരോരുത്തരും അവരവരുടെ സൈഡാണ് പറയുന്നത്. ഇപ്പൊ സഞ്ജു പറഞ്ഞതെന്ന് പറഞ്ഞാൽ സഞ്ജുവിന്റെ സൈഡാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് നീതുവാണ് തെറ്റുകാരിയായിട്ട് തോന്നും. നീതുവിന്റെ സൈഡ് കേൾക്കുമ്പോൾ നമുക്ക് സഞ്ജുവാണ് തെറ്റുകാരെന്ന് തോന്നും. അപ്പൊ അത് അങ്ങനത്തെ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഇപ്പൊ ഇവർ ഈ വന്നിരുന്ന് ഈ പറയേണ്ടതും അതേപോലെ ഈ വന്നിരുന്ന് കരയേണ്ടതൊക്കെ ഒരു ആവശ്യകതയൊക്കെ മെയിൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ കൊണ്ടുവന്ന് പബ്ലിക്കിനകത്ത് കാണിച്ചു. അതാണ് ഈ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. നമുക്കൊരു റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ മാക്സിമം പ്രൈവറ്റ് ആക്കി വെക്കുക. കാര്യം അതേപോലുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ടെന്ന് ഒന്നും പറയാൻ പറ്റൂല ഈ റിലേഷനകത്തൊക്കെ. കാരണം നമ്മളെ ഒരു കാര്യം ഹാപ്പി ആക്കണമെങ്കിൽ നമ്മളത് മാക്സിമം പ്രൈവറ്റ് ആക്കി വെക്കുക. നമ്മളത് പബ്ലിക്കായി കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ പബ്ലിക് അതിനകത്ത് കയറി ഇടപെടും. പിന്നെ നമ്മൾ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തണം. പിന്നെ എന്തൊക്കെ തലവേദനയാണ് ഇപ്പോൾ സഞ്ജു ആണെങ്കിലും ഇവിടെ നീതു ആണെങ്കിലും അനുഭവിക്കുന്ന ആ ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ വന്ന് പറയേണ്ട എല്ലാ അവസ്ഥയ്ക്ക് കാരണവും അത് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെച്ച ഈ ഒരു കാരണം തന്നെ. അപ്പൊ എനിക്ക് അത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഈ സഞ്ജു നീതു വിഷയത്തിനകത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കണേ എന്നുള്ളതൊക്കെ ഇതിന്റെ താഴെ പറയാം. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ. സീ യു.